പക്ഷെ ഞാൻ പഠിച്ച നാട്ടിലൊരു ഗവൺമെന്റ് സ്കൂളിലാണ്. പിന്നെ +1 +2 എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലാത്തൊരു നോർമൽ മാർക്ക് കിട്ടി വന്ന ഞാനും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ അവിടെ പാലയിൽ വന്നത് കൊണ്ടായിരിക്കും കോഴിക്കോട് പോലെ ഒരു നമ്മുടെ CMC-യിലാണെങ്കിൽ ഒരു മെജോറിറ്റി ഒരു 85% സ്റ്റുഡൻസ് ആണ്. അത് എല്ലാ ഇയറിലും ഇത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. മെജോറിറ്റി സ്റ്റുഡൻസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെഡ് ഉള്ള ഒരു കോളേജാണ്. എന്നിട്ട് പോലും പേഷ്യൻസ് എടുക്കാൻ സ്ഥലമില്ലാതെ അത്ര ഓവർലോഡ് ഉള്ള സ്ഥലം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കാണാത്തൊരു അസുഖം ഉണ്ടാവില്ല എന്നാണ് പൊതുവെ പറയാറ്. അപ്പൊ അത്രയധികം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിന് അകത്താണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് ഷമീം, അതായത് നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാനാണ് ഇദ്ദേഹം. നമ്മുടെ ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ, അതായത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി എത്തി. നമ്മുടെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ ഈ പരിപാടി എല്ലാം ഓർഗനൈസ് ചെയ്തതും ഇതിന് നേതൃത്വം കൊടുത്തതും എല്ലാം ഷമീമാണ്. അപ്പൊ ഷമീമിനെ ആദ്യമായിട്ട് വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട്? ഇങ്ങനൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ CMC-യിലാണെങ്കിൽ ഒരു മെജോറിറ്റി ഒരു 85% ബ്രില്യന്റിനുള്ള സ്റ്റുഡൻസ് ആണ്. അത് എല്ലാ ഇയറിലും ഇത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. മെജോറിറ്റി സ്റ്റുഡൻസ് പ്രകാരമാണ് ശിവൻ സാർ കോണ്ടാക്ട് ചെയ്യുന്ന പ്രോഗ്രാം വെക്കുന്നത്. പിന്നെ ആ ഒരു പ്രോഗ്രാം വെക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചത്. ഞാൻ തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ അവിടെ 2020-ലും 2021-ലും 2 വർഷം റീറിപ്പീറ്റർ ആണ്. ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. പാല ക്യാമ്പസിലായിരുന്നു. നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ബ്രില്യന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്ത് കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്? ബ്രില്യന്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓടി വരുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമുണ്ട്. ആ ടൈമും അവിടുത്തെ ഹോസ്റ്റലും അവിടുത്തെ ഫ്രണ്ട്സും ആ ഒരു ടൈമാണ്. അത്യാവശ്യം ഒത്തിരി നല്ല കൂട്ടുകാരായിട്ട് ഒരു കാലഘട്ടമായിരുന്നു. ആ ഫ്രണ്ട്സ് ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ റൂമിലുണ്ടായിരുന്ന 4 പേരും പല മെഡിക്കൽ കോളേജിലായിട്ട് കയറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. നല്ല കോണ്ടാക്ട് ഉള്ള ഫ്രണ്ട്സാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച നാട്ടിലൊരു ഗവൺമെന്റ് സ്കൂളിലാണ്. പിന്നെ +1 +2 എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടൊന്നും അറിയില്ലായിരുന്നു. ഒരു കുഴപ്പമില്ലാത്തൊരു നോർമൽ മാർക്ക് കിട്ടി വന്ന ഞാനും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ അവിടെ പാലയിൽ വന്നത് കൊണ്ടായിരിക്കും കോഴിക്കോട് പോലെ ഒരു കോളേജ് കിട്ടിയത്. കാരണം അത്രയും അവിടുത്തെ ഒരു എക്സാം പാറ്റേൺ ആയാലും എന്തായാലും അത്രയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഷമീം 3rd ഇയർ MBBS ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, 3rd ഇയർ ഈ 3 ഇയറിലെയും ആളുകളെ വളരെ അടുത്ത് അറിയാമായിരിക്കും. അപ്പോ അതിലും തന്നെ 85% മുകളിൽ വിദ്യാർത്ഥികൾ ബ്രില്യന്റിലാണല്ലേ? ഓക്കെ. അപ്പോ ഒരു ബ്രില്യൻ കുടുംബം എന്ന രീതിയിൽ തന്നെ പറയാം നമ്മുടെ മെഡിക്കൽ കോളേജിൽ മെജോറിറ്റി കുട്ടികളും ബ്രില്യന്റിൽ തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാലും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇതുപോലെ പല പല നേതൃ രംഗത്തേക്കും നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്. ക്ലാസ് റെപ്പ് ആവുന്നുണ്ട്, യൂണിയൻ ഭാരവാഹികളാവുന്നുണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ സജീവമാകുന്നുണ്ട് അല്ലെ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ഒരു യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയിൽ? യൂണിയൻ ചെയർമാൻ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ മാത്രമായിട്ട് കോളേജിലേക്ക് വരുന്നു എന്നതിലുപരി നമ്മുടെ കോളേജിൽ ജീവിക്കാൻ വേണ്ടി വരുന്നു എന്നൊരു ഒരു 5.5 വർഷം വെറും പഠിപ്പും ഒരു ബുദ്ധിജീവിയായി പോകുന്നതും നമ്മൾ ആ ക്യാമ്പസിൽ ജീവിക്കുന്നതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. അതോടുകൂടെ പഠിത്തത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ അതാണല്ലോ മെയിൻ ലക്ഷ്യം. ഒപ്പറായി വരുമ്പോൾ വെറും എക്സ്പ്ലോറിങ് മാത്രമാവരുത്, പഠിത്തം ക്യാമ്പസിൽ ജീവിതം എല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇനി വരുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനിയിപ്പോ നീറ്റ് എക്സാം വരുവാണ്, ആ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടും. അപ്പൊ ആ ഒരു ക്യാമ്പസിലേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാം. ഞാനൊരു 2 വർഷം അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞത്. അത് ആയതുകൊണ്ട് പറയാം, അത് വേർത്താണ്. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്യാമ്പസ് കയറി കഴിഞ്ഞാൽ വേർത്താണ്. നമ്മളെ എൻ്റെ കോളേജ് ലൈഫ് അല്ല മാറി തിരിയുന്ന രീതിയിലാണ് ക്യാമ്പസിലേക്ക് വരുന്നത്. ഓക്കെ. ഇപ്പോ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള കോളേജാണ് അല്ലെ? അപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കോളേജാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്രയും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ടോപ്പ് പ്രയോറിറ്റി കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാനുള്ള ഒരു കാരണമായിട്ട് ഷമീമിന് പറയാനുള്ളത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രയോറിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് പേഷ്യന്റ് ലോഡാണ്. ആ ഒരു അക്കാഡമിക്സ് രീതിയിൽ നോക്കുമ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അത്യാവശ്യം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഫാക്കൽറ്റീസും പേഷ്യന്റ് ലോഡാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബെഡ് ഉള്ള ഒരു കോളേജാണ്. എന്നിട്ട് പോലും പേഷ്യൻസ് എടുക്കാൻ സ്ഥലമില്ലാതെ അത്ര ഓവർലോഡ് ഉള്ള ഒരു സ്ഥലം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കാണാത്തൊരു അസുഖം ഉണ്ടാവില്ല എന്നാണ് പൊതുവെ പറയാറ്. അപ്പൊ അത്രയധികം നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സ്ഥലം. രണ്ടാമത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ആ ഒരു ക്യാമ്പസ് ലൈഫ്
അത് കണ്ടിട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികളും പ്രിഫർ ചെയ്യുന്നത്. വരുന്നത് കൂടുതൽ ഇപ്പൊ കേരളത്തിൽ ടോപ്പ് വരുന്ന കുട്ടികൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കോഴിക്കോട്. നമ്മുടെ കോഴിക്കോടിന്റെ ഭംഗിയും ഇവിടുത്തെ ഒരു ആംബിയൻസും ഫുഡും. അതുപോലെ തന്നെ ഇപ്പോ അധ്യാപകരുടെ കാര്യം എടുത്തു കഴിയുകയാണെങ്കിൽ അതുപോലെ ക്യാമ്പസിന്റെ ഒരു വൈബ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാമ്പസിന്റെ വൈബ് ഇപ്പൊ നമ്മളെ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണ് നമ്മുടെ ക്യാമ്പസിന്റെ ക്ലോക്ക് ടവർ. അത് മനസ്സിൽ കണ്ടിട്ട് ഇപ്പൊ ഞാനൊക്കെ ആ ഒരു ക്ലോക്ക് ടവർ മനസ്സിൽ കണ്ടിട്ട് പഠിച്ചു വന്നതാണ്. അപ്പൊ അതിൽ അവിടേക്ക് എത്തണം, അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇനിയിപ്പോ ഇവിടുത്തെ അതായത് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. ഏകദേശം ഇനിയും ഒരു 2-2.5 വർഷം കൂടി ഉണ്ട്. പക്ഷെ ഇപ്പോഴേ അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്, ഇവിടുന്ന് ഒരിക്കൽ പോവേണ്ടേ എന്ന്. PG എൻട്രൻസ് എഴുതിയിട്ട് ഇവിടെ തന്നെ തിരിച്ചു കയറണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ ആഗ്രഹം സഫലമാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നീറ്റ് 2025 ആസ്പിരൻസ് ഉണ്ട്. അപ്പൊ അവരുടെ മോഡൽ എക്സാംസും ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലതരത്തിലുള്ള ആശങ്കകളിലൂടെയൊക്കെ അവർ കടന്നു പോകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. ചെറിയ രീതിയിലുള്ള മാർക്ക് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ആയിട്ട് എന്താണ് ഷമീമിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീറ്റ് എക്സാം അടുക്കും തോറും നമുക്ക് ടെൻഷൻസ് കാര്യങ്ങളൊക്കെ കൂടി വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് മനസ്സിൽ വെക്കാതെ നമ്മളെ വർക്ക്, അതായത് ലാസ്റ്റ് ടൈം എത്തുമ്പോൾ നമ്മളെ വർക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ടൈമാണ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ എക്സാം ഷെഡ്യൂൾ പാറ്റേൺ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. യൂണിറ്റ് വൈസ് പഠിച്ച പിന്നെ കമ്പനി ഫുൾ മോഡൽ അങ്ങനെ പഠിച്ചു പോകുന്നു. അത് കറക്റ്റ് നല്ലൊരു എക്സാം പാറ്റേൺ ആണ്. ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മെയ് ആദ്യത്തെ ആഴ്ചയിലെ 200 മിനിറ്റ്, ആ ഒരു 200 മിനിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എക്സാമിന് കയറുന്ന ടൈമിൽ ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും. എന്നെ കൊണ്ട് പറ്റുമെന്നൊരു കോൺഫിഡൻസ് കയറണം. ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. എന്ത് പറ്റും? അപ്പൊ തീർച്ചയായിട്ടും ഷമീം ആഗ്രഹിച്ച പോലെ തന്നെ ഷമീമിനും ഇതുപോലെ തന്നെ PG നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി ഇത്ര അടിപൊളിയാക്കി കളർഫുൾ ആക്കി തന്നതിന് ഒരിക്കൽ കൂടി നമ്മൾ ബ്രില്യൻ കുടുംബത്തിന് വേണ്ടി നന്ദി പറയുന്നു. ഓൾ ദി ബെസ്റ്റ് ഷമീം. Brilliant Study Center, India's #1 coaching center for NEET and JEE.